Next, stoichiometric calculations. Stoichiometric calculation means the calculations of reactants and products in a chemical reaction. ഒരു കെമിക്കൽ റിയാക്ഷനിൽ റിയാക്റ്റൻസിൻ്റെയും പ്രോഡക്ട്സിൻ്റെയും എണ്ണം കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെയാണ് സ്റ്റോയിഷ്യോമെട്രിക് കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് വേറൊന്നും ചെയ്യാനൊന്നുമില്ല, കുറച്ച് പ്രോബ്ലം ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഈസിയാണ്. നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഫസ്റ്റ്, കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് വാട്ടർ in gaseous state produced by the combustion of 16 grams of methane. The balanced chemical equation of the combustion of methane is given എന്ന് പറഞ്ഞു. എന്നിട്ട് നമുക്ക് ആ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഏതാ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ? CH4 plus 2O2 gives CO2 plus 2H2O. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഗ്രാംസ് കാൽക്കുലേറ്റ് ചെയ്ത് എഴുതണം. ഇപ്പം നമുക്കറിയാം ഇവിടെ 12 ആണ് കാർബണിൻ്റെത്, 4 കാർബൺ ഹൈഡ്രജനായിട്ടുള്ളത് കൊണ്ട് 4ഉം, അതുകൊണ്ട് നമുക്ക് എന്താ 16 ആണ് കിട്ടുക. അപ്പോൾ മോളിക്കുലർ മാസ് 16 വരും. 16 grams ഓഫ് മീതെയിൻ പ്ലസ് ഒരു ഓക്സിജൻ 16 ആണ്. O2 എന്ന് പറയുന്നത് 32 ആണ്. അങ്ങനെ 2 ഓക്സിജൻ മോളിക്യൂൾ ഉള്ളത് കൊണ്ട് 64 grams വരെ O2. ദെൻ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ നമുക്കറിയാം 44 grams ആണ് കാർബൺ ഡൈ ഓക്സൈഡ്, പഠിക്കണം. പ്ലസ് വാട്ടറിൻ്റെ നമുക്കറിയാം 18 ആണ്. 2 മോളിക്യൂൾ വാട്ടർ ഉള്ളത് കൊണ്ട് 36 gram ആണ് വാട്ടർ വരിക. നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ 16 gram ഓഫ് മീഥെയിൻ ബേൺ ചെയ്താൽ ഉണ്ടാകുന്ന വാട്ടറിൻ്റെ അളവ് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 16 gram ഓഫ് മീഥെയിൻ ഇവിടെ ഉണ്ട്, 36 grams ഓഫ് വാട്ടർ മോളിക്യൂളാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡയറക്റ്റാണ്. നമുക്ക് എന്തെഴുതാം? 16 grams ഓഫ് മീഥെയിൻ ഈസ് ഈക്വൽ ടു 36 grams ഓഫ് വാട്ടർ മോളിക്യൂൾ എന്ന് എഴുതാം. ഇതേപോലെ ഈ ക്വസ്റ്റ്യനിൽ തന്നെ സെയിം ഒരു ക്വസ്റ്റ്യനും കൂടിയുണ്ട്. നമ്മളെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനിൽ നമ്മൾ ഗ്രാം കാൽക്കുലേറ്റ് ചെയ്ത് എഴുതി എങ്ങനെ? 16 grams ഓഫ് CH4 plus 64 grams of O2 gives 44 grams of CO2 plus 36 grams of water എന്നാണ് നമുക്ക് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് എഴുതിയത്. ഇനി ഇതിലുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ calculate the amount of oxygen required for the combustion of 160 grams of methane. 160 gram മീഥെയിൻ ബേൺ ചെയ്യാൻ ആവശ്യമായ ഓക്സിജൻ്റെ അളവ്. ഇവിടെ ഇക്വേഷനുണ്ട് 16 gram ഓഫ് മീഥെയിൻ, 64 grams ഓഫ് ഓക്സിജൻ. ഇവിടെ 16 ഡയറക്റ്റ് തന്നിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? 16 gram ഓഫ് CH4 ബേൺ ചെയ്യാൻ ആവശ്യമായ ഓക്സിജൻ്റെ അളവ് എന്ന് പറയുന്നത് 64 gram ഓഫ് ഓക്സിജനാണ്. അപ്പം നമുക്ക് എന്ത് പറയാം? 160 gram ബേൺ ചെയ്യാൻ ആവശ്യമായത് എത്ര വരിക? 640 gram ഓഫ് ഓക്സിജനാണ് വരിക. ഇനി ഇതിൽ നിന്ന് വേറൊരു കാൽക്കുലേഷൻ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഇക്വേഷൻ എഴുതി വച്ചിരിക്കണേ? 16 grams ഓഫ് CH4 പ്ലസ് 64 grams ഓഫ് ഓക്സിജൻ ഗീവ്സ് 44 grams ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് 36 grams ഓഫ് വാട്ടർ. ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് അല്ലേ? ഇനി നമ്മളോട് ചോദിക്കുകയാണ് ഇവിടെ 5 gram മീഥൈൻ ബേൺ ചെയ്യാൻ ആവശ്യമായ ഓക്സിജൻ്റെ അളവ് എത്ര? 5 gram മീഥൈൻ ബേൺ ചെയ്യാൻ ആവശ്യമായ ഓക്സിജൻ്റെ അളവ് എത്ര എന്നാണ് ചോദിച്ചത്. ഇതിൽ നമുക്കറിയാവുന്നൊരു ഫാക്റ്റ് എന്ന് പറഞ്ഞാൽ 16 gram ഓഫ് മീഥൈന് ആവശ്യമായ ഓക്സിജൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ 64 gram ആണ്, അറിയാലോ. അപ്പോൾ അതിന് നമുക്ക് 1 ഗ്രാമിന് കാൽക്കുലേറ്റ് ചെയ്തൂടെ? 1 gram ഓഫ് മീഥൈൻ എന്ന് പറയുമ്പോൾ എത്ര ഗ്രാം ഓക്സിജൻ വേണ്ടി വരും? 1 gram ഓഫ് മീഥൈൻ ഈസ് ഈക്വൽ ടു 64 ഡിവൈഡഡ് ബൈ 16. 64 ഡിവൈഡഡ് ബൈ 16 ആണ് വരിക 1 ഗ്രാമിന്. നമ്മളോട് എത്ര കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്?
5 ഗ്രാമിന്. അപ്പോൾ 5 ഗ്രാമിനാണെങ്കിൽ എന്ത് ചെയ്താൽ ഇത് റെഡ്യൂസ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, 5 ഗ്രാമിനാണെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു 5 കൊണ്ട് കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 5 ഗ്രാം നമുക്ക് കിട്ടും. 5 ഗ്രാം ഓഫ് മിഥെയിൻ ബേൺ ചെയ്യാൻ ആവശ്യമായ ഓക്സിജൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ എത്ര വരിക, 64 / 16 × 5 എന്നാണ് കിട്ടുക.